Use generating function to solve the recurrence relation ak is equal to 8ak minus 1 plus 10 raised to k minus 1 with initial condition a naught is equal to 0. ഈ റെക്കറൻസ് റിലേഷൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ റെക്കറൻസ് റിലേഷൻ നമ്മൾ എടുത്ത് എഴുതി. എ കെ ഇസ് ഈക്വൽ ടു 8ak മൈനസ് 1 പ്ലസ് 10 റൈസ് ടു k മൈനസ് 1. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് കെ എന്നുള്ള ഈ പാർട്ട് മാത്രം ഈ റൈറ്റ് സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് എ കെ മൈനസ് 8ak മൈനസ് 1 ഈക്വൽ ടു 10 റൈസ് ടു k മൈനസ് 1 എന്ന് വരും. ഇനി ഈ ഇക്വേഷനിലെ ഓരോ ടേംസിനെ നമ്മൾ എക്സ് റൈസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കെ എക്സ് റൈസ് ടു കെ മൈനസ് 8ak മൈനസ് 1 എക്സ് റൈസ് ടു കെ ഇസ് ഈക്വൽ ടു 10 റൈസ് ടു k മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കെ എന്ന് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ടേംസിലും ഇതെന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ആകുമ്പോഴത്തേക്കും സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നെടുക്കാം. സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റൈസ് ടു കെ minus summation k equal to 1 to infinity 8ak minus 1 x raised to k equal to summation k equal to 1 to infinity 10 raised to k minus 1 into x raised to k. ഇങ്ങനെ ഓരോ ടേംസിലും നമ്മൾ സമ്മേഷൻ k equal to 1 to infinity എടുത്തു. k equal to 1 to infinity വരാൻ കാരണം ഇത് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് kന്റെ വാല്യൂ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ സമ്മേഷൻ k equal to 1 to infinity ak x raised to k minus 8 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ സമ്മേഷന് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 8 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റൈസ് ടു കെ എന്ന് വരും. ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കെ. ഇനി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റൈസ് ടു കെ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ആണ്. അതവിടെ കൊടുത്തു. മൈനസ് 8 ഇൻറ്റു ഈ സമ്മേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അതും ഇവിടെ കൊടുത്തു. ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കെ എന്ന് വരും. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ എ നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് എ നോട്ടിന് പകരം 1 കൊടുത്തു. മൈനസ് 1 മൈനസ് 8x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കെ. ഇതിന് ജി ഓഫ് എക്സിന്റെ ടേം മാത്രം ഈ സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ജി ഓഫ് എക്സ് മൈനസ് 8x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 1 വരും. 1 പ്ലസ് ഇത് ഇതുപോലെ തന്നെ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കെ. അടുത്ത സ്റ്റെപ്പിൽ ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ 1 ഉണ്ട്. 1 മൈനസ് 8x എന്ന് വരും. ജി ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് 8x equal to 1 plus summation k equal to 1 to infinity 10 raised to k minus 1 into x raised to k. ഇവിടെ ഈ kനെ കൂടി k minus 1ന്റെ ആ ഒരു ടേമിലേക്ക് ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ വാല്യൂവിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് 1 പ്ലസ് ഈ ന്യൂമറേറ്ററിലുള്ള ഈ എക്സിനെ നമ്മൾ സമ്മേഷന് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു k മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു k ഇൻറ്റു 1 ബൈ എക്സ് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു k മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു k മൈനസ് 1 എന്ന് വരും അല്ലേ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ഇതിവിടെ കൊടുക്കുമ്പോഴത്തേക്കും 1 plus x into summation k equal to 1 to infinity 10 raised to k minus 1 into x raised to k minus 1 എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ 1 plus x into ഈ സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആദ്യമേ kക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും 10 raised to 1 minus 1 10 raised to 0 into x raised to 0 plus kക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക 10 raised to 1 into x raised to 1 plus kക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ 10 റൈസ് ടു 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഇനി ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 10x പ്ലസ് 10x ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം 1 പ്ലസ് എക്സ് ഇൻറ്റു ഈ ടേം എന്ന് പറയുന്നത് 1 മൈനസ് 10x ദ ഹോൾ റൈസ് ടു മൈനസ് 1 ആണ്. അതായത് ഇതിനെ എനിക്ക് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1 മൈനസ് 10x
പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x എന്ന് വരും. ഇവിടെ മൈനസ് 10x പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 9x ആണ്. ഈ ടേം എന്ന് പറയുന്നത് 1 മൈനസ് 9x ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x എന്ന് വന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ജി ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് 8x ഇസ് ഈക്വൽ ടു 1 മൈനസ് 9x ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 1 മൈനസ് 8xും കൂടി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഡിവിഷൻ വരും. അപ്പൊ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 minus 9x divided by 1 minus 10x the whole divided by 1 minus 8x. ഇതിനെ എനിക്ക് 1 minus 9x divided by 1 minus 8x into 1 minus 10x എന്ന് എഴുതാം. ഇനി ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് a divided by 1 minus 8x plus b divided by 1 minus 10x എന്ന് വരും. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്, ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുക. a divided by 1 minus 8x plus b divided by 1 minus 10x. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 1 മൈനസ് 9x ഡിവൈഡഡ് ബൈ 1 മൈനസ് 8x ഇൻറ്റു 1 മൈനസ് 10x ഇസ് ഈക്വൽ ടു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, a ഇൻറ്റു 1 മൈനസ് 10x പ്ലസ് b ഇൻറ്റു 1 മൈനസ് 8x ഡിവൈഡഡ് ബൈ 1 മൈനസ് 8x ഇൻറ്റു 1 മൈനസ് 10x എന്നാണ്. ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ഒരേപോലെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 1 മൈനസ് 9x ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് 10x പ്ലസ് b ഇൻറ്റു 1 മൈനസ് 8x എന്ന് വരും. അതായത് 1 മൈനസ് 9x ഇസ് ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം a മൈനസ് 10ax പ്ലസ് b മൈനസ് 8bx എന്ന് വരും. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -9 ആണ്. -9 ഇസ് ഈക്വൽ ടു മൈനസ് 10a മൈനസ് 8b എന്ന് വന്നു. ഇതുപോലെ തന്നെ കോൺസ്റ്റൻസിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ 1 ഇസ് ഈക്വൽ ടു a പ്ലസ് b എന്ന് വരും. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് a ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. a ഈക്വൽ ടു 1/2 എന്ന് കിട്ടും, b ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരുന്നത് a ഡിവൈഡഡ് ബൈ 1 മൈനസ് 8x പ്ലസ് b ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x ആയിരുന്നു. എയുടെയും ബിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 8x പ്ലസ് 1/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 10x എന്ന് വരും. അതായത് 1/2 ഇൻറ്റു 1 മൈനസ് 8x ദ ഹോൾ റൈസ് ടു മൈനസ് 1, ഇതിനെ എനിക്ക് 1 മൈനസ് 8x ദ ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് എഴുതി, പ്ലസ് 1/2 ഇൻറ്റു 1 മൈനസ് 10x ദ ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് വരും. നമുക്കറിയാം 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു k ആണ്. ഇവിടെ അപ്പം 1/2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 8x ആണ്. അപ്പൊ 8 റൈസ് ടു k ഇൻറ്റു എക്സ് റൈസ് ടു k എന്ന് വരും. പ്ലസ് 1/2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 10 റൈസ് ടു k ഇൻറ്റു എക്സ് റൈസ് ടു k എന്ന് വരും. ഇനി അതായത് ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് 1/2 കോമൺ ആയിട്ട് എടുക്കാം. 1/2 ഇൻറ്റു 1/2 കോമൺ ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇവിടെ രണ്ട് ടേമിലും ഉണ്ട്, എക്സ് റൈസ് ടു kയും രണ്ട് ടേമിലും ഉണ്ട്. അപ്പൊ അതെല്ലാം കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1/2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, ഇവിടെ ബാക്കി മിച്ചമുള്ളത് 8 റൈസ് ടു k, ഇവിടെ ബാക്കി മിച്ചമുള്ളത് പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, അപ്പം പ്ലസ് ബാക്കി ഇവിടെ ഉള്ളത് 10 റൈസ് ടു k ഇൻറ്റു എക്സ് റൈസ് ടു k, ഇവിടെ കോമൺ ആയിട്ടുള്ളതാണ്. ഇതിനെ ഇങ്ങനെ എഴുതി. അതായത് സമ്മേഷൻ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 1/2നെയും കൂടി ഈ സമ്മേഷന്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/2 ഇൻറ്റു 8 റൈസ് ടു k പ്ലസ് 10 റൈസ് ടു k ഇൻറ്റു എക്സ് റൈസ് ടു k എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ എക്സ് റൈസ് ടു kന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ ഈ റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ. റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷനെ നമ്മൾ എ കെ എന്നാണ്, ഇവിടെ k എന്നുള്ള വാല്യൂ, k എന്നുള്ള ലെറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എ കെ എന്ന് ഡിനോട്ട് ചെയ്യുക. എ കെ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 8 റൈസ് ടു k പ്ലസ് 10 റൈസ് ടു k. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ.